ഹായ് ഹലോ. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ സമയം 2 മണിയാണ്. കുട്ടീനെ ഞാൻ വേഗം ഉറക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കാമെന്നുള്ള പ്ലാനിലാണ്. എന്നും ഞാൻ വിചാരിക്കൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ആഴ്ചേൻ്റെ അടുത്തായി. അപ്പോൾ ആകെ കോലം കെട്ടും. കുട്ടീനെ മരുന്ന് പോലും തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അധികം വൈകിക്കേണ്ട, ഇന്ന് തന്നെ അത് റെഡിയാക്കി വെക്കലുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അലങ്കോലമാവും. കാരണം എല്ലാ സാധനങ്ങളും നമ്മൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കും. പിന്നെ അത് അങ്ങോട്ട് ഡിസോർഡറായിട്ട് അങ്ങനെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഏതായാലും ഉറങ്ങിയ തക്കത്തിൽ ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുകയാണ്. മരുന്നുകളും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ മാറ്റി വെച്ച് തുടച്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം മുമ്പ് മിറർ സൈഡ് ഒതുക്കി വയ്ക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ലാത്തവർ പോയി കാണാം കേട്ടോ. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഒതുക്കി വയ്ക്കൽ നടക്കുള്ളൂ. കാരണം ഉറക്കം പറയണൊരു ഉച്ചുറക്കം ഉണ്ടാവുള്ളൂ, കുറച്ച് സമയത്തിൽ ഉറക്കമുള്ളൂ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ച് അധികം ടൈം വേണം. ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് ചെയ്യണമാണ് എനിക്കിഷ്ടം. തുടച്ച് പൊടിയൊക്കെ കളഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ അത് ഓർഡറാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിയാവുന്നുള്ളൂ. പക്ഷെ അത് പൊടികളൊക്കെ തുടച്ച് നീക്കി അങ്ങനെ വൃത്തിയാക്കണമാണ് എനിക്കൊന്നും കൂടി ഇഷ്ടം. അപ്പോൾ അതിന് അത്യാവശ്യം സമയം വേണം കേട്ടോ. പിന്നെ കുട്ടീൻ്റെ ഇടയ്ക്ക് പനിക്കും ജലദോഷത്തിന് കൊടുക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനൊരു ബോക്സിലേക്ക് ആക്കി മാറ്റുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏട്ടൻ്റെ കുറേ സാധനങ്ങളുണ്ട്. അതായത് ഒഴിവാക്കിയ ചാർജർ, പിന്നെ ചെറിയ കംപ്ലൈൻറ്റ് മൂലം ഒഴിവാക്കിയിട്ടുള്ള ചാർജസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അതൊരു ബോക്സിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് ഇന്ന് ഇടയ്ക്ക് ആയിട്ടുള്ള. അങ്ങനെ അതൊക്കെ ഒരു ബോക്സിക്കും ആക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും നോക്കാം. പിന്നെ ഒരുപാട് ബില്ലുകൾ, പേപ്പേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നിട്ട് അതിന് മുകളിൽ അതൊക്കെ ഞാൻ നിലത്തേക്കാണ് ഇടുന്നത് കേട്ടോ. ഒക്കെ ഇനി നിലത്തുനിന്ന് വെച്ചിട്ട് വേറൊരു വൃത്തിയാക്കലും കൂടെ ഉണ്ട്. ഏതായാലും ഇതിന് മുകളിലത് വൃത്തിയാക്കൽ ഏതായാലും നടക്കട്ടെ. ഞാൻ അങ്ങനത്തെ ബോക്സൊന്നും കളയാറില്ല കേട്ടോ. മാക്സിമം അതൊക്കെ എടുത്ത് വയ്ക്കാറാണ്. ഈ ഫോണിൻ്റെത്, അങ്ങനെ പോലെ തന്നെ ഡ്രിമ്മർ, അങ്ങനത്തെ ഓരോരോ ബോക്സുകൾ ഉണ്ടായിരിക്കുമല്ലോ, അതിലാണ് ഞാൻ ഒരുവിധ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറ് കേട്ടോ. കാരണം അതിലവിടെ ഒതുങ്ങി നിന്നോളൂ. മറ്റേതിങ്ങനെ മേശയിൽ ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെ വെക്കാനായിട്ട് നല്ലത് ഈ ഒരു ബോക്സിലാക്കി വെക്കുമ്പോൾ ആ ഒരു സ്പേസിൽ നിന്ന് അനങ്ങില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി സൗകര്യമാണ് ബോക്സിലാക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ബോക്സുകളാണിത്. ഇത് വൈറ്റ്സൊക്കെ വാങ്ങിച്ച ബോക്സാട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒരു ബോക്സിൽ മരുന്നും ഒരു ബോക്സിൽ ഏട്ടൻ്റെയും കുറച്ച് അല്ലറ സാധനങ്ങളൊക്കെ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടോ. കുട്ടിന് ഒഴിവാക്കിയ വാട്ടർ ബോട്ടിലും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ ഒന്ന് ആ ബോക്സിലാക്കി വെക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യാന്നുള്ളൊരു രസം തന്നെയാണല്ലേ. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഒരുവിധം കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം. മറ്റേത് ഇങ്ങനെ മേശ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. ഒരു സാധനം തിരഞ്ഞാലും കിട്ടത്തില്ല, ആകെ ഒരു സ്പേസും ഇല്ല. എന്തെങ്കിലും ഒരു ചെറിയ സാധനം വയ്ക്കാൻ കൂടി സ്പേസ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മരുന്നുകളൊക്കെ കേട്ടോ. മരുന്നൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാകുമ്പോൾ നമ്മളത് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിൻ്റെ അടപ്പ്, അതായത് മരുന്നൊക്കെ എടുക്കുന്ന മെഷർമെൻറ്റ് ഇതുണ്ടല്ലോ, അടപ്പില്ലേ, അത് കാണില്ല. ഇങ്ങോട്ട് പിന്നെ ആകെ തിരച്ചിൽ. പിന്നെ കുട്ടി ചിലപ്പോൾ അലമ്പായിരിക്കും. പിന്നെ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഒന്നാമത് ഇതൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് തോന്നുന്നു ഓർഡർ ചെയ്തത് കേട്ടോ. ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ് ബോക്സ്. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിനൊരു ബോക്സും കൂടെ ഉണ്ടായിരുന്നു, അത് ഒന്ന് വീട്ടിലാണ് തോന്നുന്നു. ഏതായാലും ഇത് ഭയങ്കര ഇതാണ്. ഓരോരോ പാർട്ടീഷനായിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കുറേ ചെറിയ ബോക്സുകളുണ്ട്. നമുക്ക് വാച്ച്, അതുപോലെ തന്നെ അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്കിതിൽ വെക്കാം. പിന്നെ ഈ ഒരു സ്പേസിലാണെങ്കിൽ ചാർജർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാം കേട്ടോ. മഹിമോൾ ഉണ്ടാവുന്നതിന് മുമ്പൊക്കെ എനിക്ക് ആദ്യം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതേപോലെ നീറ്റാക്കി വെക്കും കേട്ടോ. ഡീറ്റെയിൽഡായിട്ട് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബോറടിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യട്ടെ. കാരണം കുറേ സമയം അങ്ങനെ പോവും. ഓരോന്ന് അടുക്കി പെറുക്കി വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ്. എത്ര നീറ്റാക്കുന്നു അത്രത്തോളം നമുക്ക് ടൈം അതിൽ
സ്പെൻഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തപ്പോൾ ഈ ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറക്കം കിട്ടില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് മാക്സിമം ഉറങ്ങാതിരിക്കും. അപ്പോൾ ഞാൻ എന്താ പറയുക, ഈ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക കേട്ടോ ചെയ്യാറ്. ഇപ്പം എന്ന് പറഞ്ഞ പോലെ കുട്ടി ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഫോൺ എടുക്കുമല്ലേ, റീൽസൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ടൈം കിട്ടാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും അതിന് ഇറങ്ങി ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചുവേ. ഇനി ഓരോരോ ഭാഗങ്ങളായിട്ട് ജനലിൻ്റെ ആ സൈഡൊക്കെ അതേപോലെ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതൊരു ദിവസം അതും നീറ്റാക്കണം. ഏതായാലും ഇപ്പം ടിഷ്യൂ വെച്ചിട്ടെല്ലാം സെറ്റ് ചെയ്ത് മേശ ഒഴിഞ്ഞു. അത് ഫുള്ളും തുടച്ചെടുത്തിട്ട് വേണം ഓരോരോ ബോക്സുകളായിട്ട് ഇതിലേക്ക് വെക്കാൻ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞിനൊന്നും നോക്കുന്നുണ്ട്. കുഞ്ഞ് ഉണർന്ന വരെയുള്ള പരിപാടിയുള്ളൂ. ഉണർന്നു കഴിഞ്ഞാൽ ഒരു വകയ്ക്ക് സമ്മതിക്കില്ല. പിന്നെ നിലത്തേക്ക് ആകെ അലങ്കോലായി കിടക്കണം. അതൊന്ന് അടിച്ചു വാരണം, അല്ലെങ്കിൽ അതൊക്കെ പെറുക്കിയെടുത്ത് വായിക്കിടില്ലേ. അപ്പോൾ ഏതായാലും നമ്മളുടെ നീറ്റാക്കലൊരു വിധം ആയിട്ടുണ്ട്. ഇനി ഏതായാലും ബോക്സുകളൊക്കെ ഇനി എല്ലാം മുകളിലേക്ക് വെക്കണം. എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടറിയാം. 2 ദിവസമെങ്കിലും ഈ നീറ്റ്നെസ്സോട് കൂടി നിന്നാൽ മതിയായിരുന്നു. മുകളിലത്തെ സെക്ഷനിൽ എനിക്ക് കിട്ടാൻ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വെച്ചത്, പ്രത്യേകിച്ച് മരുന്നുകൾ, അതുപോലെ കുട്ടീൻ്റെ ഓരോ ആവശ്യമുള്ള സാധനങ്ങൾ, ചാർജർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ എന്താ, താഴത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവിടെ വെച്ചിരുന്ന വൈപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ വെക്കണം. പിന്നെ അതേപോലെ അല്ലറ ബോക്സുകളൊക്കെ ഉണ്ട്. കുട്ടീൻ്റെ മേക്കപ്പ് സാധനങ്ങളും ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ബോക്സിലുള്ള സാധനങ്ങളൊക്കെ കിടക്കില്ല, അവിടെ ഇവിടെയും കിടക്കുക കേട്ടോ. അവൾ കളിക്കാനെടുത്തിട്ടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയും കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ബോക്സിലാക്കിയിട്ട് വേണം അതിൻ്റെ സ്പേസിൽ വെക്കാൻ. ബോക്സ് ഞാൻ ഇപ്പോൾ തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ തുടക്ക പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഐറ്റംസ് പെറുക്കുക, അതിലേക്ക് ഇടുക. അതാണ് ആ ബോക്സ്. ഈ ബോക്സിലേക്ക് ഞാൻ നെയിൽ ട്രിമ്മർ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൺമഷി, പൊട്ട്, അങ്ങനത്തെ കുഞ്ഞിൻ്റെ ഓരോരോ ഐറ്റംസ് ആട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതാണ് ഫൈനൽ റിസൾട്ട് കേട്ടോ. 1 ഇഞ്ച് സ്പേസ് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇത്രയും സ്പേസ് ഉണ്ടായിട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.